ക്യാൻസർ മരുന്നുകളിൽ ചിലത് ലഹരി മരുന്ന് പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് ആലോചന വരുന്നത്. അബ്കാരി നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനാണ് ശ്രമം. തീരുമാനം പോലീസ് എക്സൈസ് സംയുക്ത യോഗത്തിൽ വന്നിരിക്കുകയാണ്. ഇക്കാര്യത്തിലുള്ള സാധ്യത എക്സൈസ് വകുപ്പ് പരിശോധിക്കുന്നുവെന്ന സുപ്രധാനമായ വാർത്തയാണ് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. അനന്തൻ, ക്യാൻസറിന് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ചില മരുന്നുകളുടെ ദുരുപയോഗം അത് തടയുന്നതിന് വേണ്ടി നിയമത്തിൽ ഭേദഗതി ഉൾപ്പെടെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് വന്നിരിക്കുന്നത്? വേഗത്തിൽ തന്നെ ഇത് നടപ്പാക്കാനുള്ള സാധ്യതയുണ്ടോ? മരുന്നുകളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിയന്ത്രണങ്ങൾക്കാണ് സാധ്യത ഉള്ളത്? എന്താണ് ഈ യോഗത്തിന്റെ തീരുമാനം? Radish, it is decided to send letter to Health Department and Drug Controller regarding the purchase of some drugs for cancer treatment available at medical stores by drug peddlers and drug abusers. The Excise Department will verify the possibility to include such intoxicating drugs available at medical stores in the category of intoxicated drugs in Abkari law. ഇത് ഇന്നലെ ചേർന്ന പോലീസ് എക്സൈസ് സംയുക്ത യോഗത്തിൻ്റെ മിനിറ്റ്സിലെ 8ാമത്തെ പാരഗ്രാഫാണ്. വളരെ ഗൗരവമായ ഒരു നീക്കമാണ് എക്സൈസും പോലീസും ചേർന്ന് നടത്താൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് വലിയ തോതിൽ ലഹരിവേട്ട നടക്കുകയാണ്. ഈ സിന്തറ്റിക് ഡ്രഗുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നമ്മളുടെ വിവിധ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അതിൽ ഏറ്റവും ഗൗരവമായി ഇന്നലത്തെ യോഗത്തിൽ തന്നെ പോലീസ് എക്സൈസ് സംയുക്ത യോഗത്തിൽ തന്നെ കൊല്ലം റൂറൽ എസ് പി കിരൺ നാരായണനും ഒപ്പം തന്നെ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഈ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ ഭാഗമായി ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ചില ഇൻടോക്സിക്കേറ്റഡ് മരുന്നുകൾ, അതായത് ഈ വേദന സംഹാരികളായിട്ട് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ വ്യാപകമായി ചെറുപ്പക്കാർ ലഹരി മരുന്നായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞത്. അത് നിയന്ത്രിക്കാൻ എന്തെങ്കിലും നടപടി വേണം എന്നുള്ളൊരു ആവശ്യവും ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന അതല്ലെങ്കിൽ വേദന സംഹാരികളായിട്ട് ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന ഇത്തരം മരുന്നുകൾ അതിൻ്റെ ദുരുപയോഗം സംബന്ധിച്ച് ഡ്രഗ് കൺട്രോളർക്കും ആരോഗ്യ വകുപ്പിനും കത്തെഴുതാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇത്തരം മരുന്നുകൾ സംസ്ഥാന അബ്കാരി നിയമത്തിൻ്റെ ലഹരി മരുന്ന് പട്ടികയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ആലോചനയാണ് നടക്കുന്നത്. ഇതിൻ്റെ സാധ്യതകൾ പരിശോധിക്കാൻ എക്സൈസ് വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത്തരം മരുന്നുകൾ കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വിൽക്കാൻ കഴിയാതെ വരും മെഡിക്കൽ സ്റ്റോറുകൾക്ക്. അഥവാ അങ്ങനെ വിറ്റിട്ടുണ്ടെങ്കിൽ അത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊണ്ട് നടക്കുന്ന ആൾക്കാരിൽ നിന്ന് എക്സൈസോ പോലീസോ പിടികൂടിയാൽ അത് അബ്കാരി നിയമത്തിന്റെ പരിധിയിലേക്ക് വരികയും ചെയ്യും. മാത്രമല്ല അത് വിറ്റ ആൾക്കാർ കൂടി അബ്കാരി നിയമത്തിന്റെ നടപടികളിലേക്ക് വരികയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്.